ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദൻ. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. നമുക്കങ്ങനെ ജെറമ്യ പ്രവാചകനിലെല്ലാം കാണാൻ സാധിക്കും. നിന്നെക്കുറിച്ചൊരു പദ്ധതി നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. നമ്മൾ ഈ ഭൂമിയിൽ പറഞ്ഞു വിട്ടതിന് ഒരു ലക്ഷ്യം ദൈവത്തിന് കാണുമല്ലോ. സൃഷ്ടാവിന് സൃഷ്ടിയെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്കത് സാധ്യമാകാതെ പോകും. അതാണ് പലപ്പോഴും നമ്മുടെ പരാജയം, വീഴ്ചയല്ല അതിന് കാരണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. ഇവിടെ വചനം പറയുകയാണ്, റോമാലേഖനം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഉത്സാഹമുള്ളവരും അലസതയില്ലാത്തവരുമായിരിക്കണം. നിങ്ങൾ ആത്മാവിൽ ജ്വലിക്കുന്നവരും നിങ്ങളെ കർത്താവിനെ സേവിക്കുന്നവരും ആയിരിക്കും. ദൈവം നമ്മളെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ 11-ാമത്തെ വാക്യം മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. നമുക്കെപ്പോഴും ഉത്സാഹമുണ്ട്. എന്ത് കാര്യമാണ്, നമ്മളൊരു ഗ്ലാസ് വെള്ളമാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ പോലും അതിനകത്തൊരു ഉത്സാഹം വേണം. നമുക്കൊരു പാഷൻ, ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അലസതയില്ലാത്തവരായിരിക്കണം. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഇന്നത്തെ തലമുറ എന്തുമാത്രം വേർക്കുന്നുണ്ട്. ഇച്ചിരി വേർപ്പോൾ നമ്മളിങ്ങനെ കൈയിട്ട് വീശുകയാണ്. എന്നെ വരാനാ കാറ്റ്, ഭയങ്കര വീശാണ്. നമ്മൾ ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വേർക്കാൻ നമ്മൾ അലസന്മാരായിരിക്കുകയാണ്. എ സിക്കകത്ത് ഇരിക്കത്തുള്ളൂ, എ സി കാറിലെ യാത്ര ചെയ്യത്തുള്ളൂ, ഓട്ടോറിക്ഷയെ പോകത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അലസന്മാരായ ആളുകൾ നമ്മുടെ ചുറ്റുപാട്. പിന്നെ ആത്മാവിൽ നിങ്ങൾ ജോലിക്കണം, പവർഫുള്ളായിരിക്കണം നമ്മൾ ആത്മാവിൽ. പിന്നെ നിങ്ങളെ കർത്താവിനെ സേവിക്കണം. ഇത്തരം കാര്യം ചെയ്യുന്നവരാണോ? ഉറപ്പാണ് പ്രിയമുള്ളത്, നിൻ്റെ ജീവിതത്തിൽ നീ നിൽക്കുന്ന സ്ഥലം അനുഗ്രഹിക്കും ദൈവം. കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് കൈ ഉയർത്തിയാൽ മതി, അത്ഭുതം ഉണ്ടാകും. അവിടെ ദൈവം നിങ്ങളുടെ കൂടെ വരും. അതുകൊണ്ട് ഈ ഉത്സാഹമില്ലാത്ത അവസ്ഥ മാറി, അലസത മാറ്റി, ആത്മാവിൽ ജ്വലിച്ച് കർത്താവിനെ ഒന്ന് സേവിച്ച് നോക്കിയേ, കർത്താവിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് നോക്കിയേ, സ്നേഹിച്ചും സേവിച്ചും ജീവിച്ച് നോക്ക്. പ്രിയമുള്ളവരെ, ഇത്രമാത്രം അനുഗ്രഹമായ മറ്റൊരു ജീവിതം ഈ ഭൂമിയിൽ വേറെയില്ല. അതാണ് ക്രൈസ്തവ ജീവിതം. അതിന് നമുക്ക് സാധ്യമാകട്ടെ. നമ്മുടെ അലസതയും എല്ലാം മാറി, ഉത്സാഹമില്ലായ്മ എല്ലാം മാറട്ടെ. ആത്മാവിൽ ജ്വലിച്ച് നമുക്ക് കർത്താവിനെ സേവിക്കാൻ ഈ പ്രഭാതം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.